നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അഴിമതിക്കെതിരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉദിച്ചുയർന്ന നക്ഷത്രമാണ് ഒടുവിൽ അഴിമതി കേസിൽ തന്നെ അറസ്റ്റിലാകുന്നത്. ആം ആദ്മി പാർട്ടിയുടെ രണ്ടാമൻ മനീഷ് സിസോദിക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒന്നാമനായ അരവിന്ദ് കെജ്രിവാളിനെ കൂടി അറസ്റ്റ് ചെയ്തതോടെ കേന്ദ്ര സർക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ പ്രഹരശേഷി എതിരാളികളെ വ്യക്തമാക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് നയിച്ച മദ്യനയ കേസ് എന്താണ്? 2021 നവംബർ മുതലാണ് പുതിയ മദ്യനയം ദില്ലി സർക്കാർ നടപ്പാക്കി തുടങ്ങിയത്. പുതുക്കിയ മദ്യനയപ്രകാരം സർക്കാർ മദ്യവിൽപ്പനയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറി. ദില്ലിയെ 32 സോണുകളാക്കി തിരിച്ചു. ഓരോ സോണിലും 27 കടകൾ വീതം 864 ഔട്ട്ലെറ്റുകൾ ടെൻഡർ വിളിച്ച് അനുമതി നൽകി. സ്വകാര്യ ഔട്ട്ലെറ്റിലൂടെ മത്സരിച്ച് മദ്യവിൽപ്പന തുടങ്ങിയതോടെ മദ്യ ഗുണനിലവാരത്തിൽ വ്യാപക പരാതികൾ ഉയർന്നു. മദ്യനയം നടപ്പാക്കിയ രീതിയിൽ അഴിമതിയുണ്ടെന്ന സംശയവും ശക്തമായി. BJP ദില്ലി അധ്യക്ഷനും MP-യുമായിരുന്ന മനോജ് തിവാരി ലഫ് ഗവർണർക്കും CBIക്കും കത്ത് നൽകി. മദ്യനയം നടപ്പാക്കിയതിൽ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടതായി ചീഫ് സെക്രട്ടറി തല അന്വേഷണത്തിൽ തെളിഞ്ഞു. ലൈസൻസ് ഫീയിൽ നൽകിയ 144.36 കോടിയുടെ ഇളവ് സർക്കാരിന് നഷ്ടമുണ്ടാക്കി എന്ന് കണ്ടെത്തി. ലഫ് ഗവർണറുടെ അനുമതിയില്ലാതെയാണ് മദ്യനയം നടപ്പിലാക്കിയതെന്ന് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്. പിന്നാലെ CBI അന്വേഷണത്തിന് നിർദ്ദേശം നൽകി ഗവർണർ. 2022 ജൂലൈ 30 ദില്ലി സർക്കാർ മദ്യനയത്തിൽ നിന്ന് പിന്മാറി. ഓഗസ്റ്റ് മുതൽ പഴയ മദ്യനയം നടപ്പാക്കാൻ ദില്ലി സർക്കാർ തീരുമാനിച്ചു. മനീഷ് സിസോദിയെ അടക്കം 15 പേരെ പ്രതികളാക്കി CBI FIR സമർപ്പിക്കുന്നു. 2023 മാർച്ച് 9 ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ CBI അറസ്റ്റ് ചെയ്തു. മദ്യനയ അഴിമതിയിലെ കള്ളപ്പണ കേസ് അന്വേഷണം ഏറ്റെടുത്ത് ED. 2023 ഒക്ടോബർ 4 AP MP-യായ സഞ്ജയ് സിംഗ് അറസ്റ്റിൽ. പിന്നാലെ BRS നേതാവ് K കവിത, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്നിവരെയും ED അറസ്റ്റ് ചെയ്തു.